ടൈഗർ ഹില്ലിൻ്റെ ഇത് നടക്കുമ്പോൾ എൻ്റെ റെജിമെൻ്റെ കാര്യം പറയണമല്ലോ, ഞാൻ സ്ഥിതിക്ക്. അപ്പോൾ ടൈഗർ ഹില്ലിൻ്റെ മീതെ അപ്പോൾ അവിടെ നടന്ന എല്ലാ യുദ്ധത്തിലും ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. ടോലോലിങ്ങിനായാലും ശരി, ടൈഗർ ഹില്ലിന് പിന്നെ ഞങ്ങളുടെ ബാറ്ററി ഉണ്ടായിരുന്നു. അപ്പോൾ ടൈഗർ ഹില്ലിങ്ങിൻ്റെ ഡയറക്റ്റ് സപ്പോർട്ട് റെജിമെൻറ്റ് 41 ഫീൽഡ് റെജിമെൻറ്റ്, ഞാൻ അവിടെ പണ്ട് 2 ആയിട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 41 ഫീൽഡ് റെജിമെൻ്റ് ആയിരുന്നു അതിൻ്റെ. അപ്പോൾ എല്ലാ ബ്രിഗേഡിനും ഒരു ഡയറക്റ്റ് സപ്പോർട്ട് ഫീൽഡ് റെജിമെൻറ്റ് ഉണ്ടായിരുന്നു. 41 ഫീൽഡ് റെജിമെൻ്റ് ആയിരുന്നു. അപ്പോൾ അതിനുണ്ടാക്കിയ ഫയർ പ്ലാൻ കേണൽ മാനാണ്. അപ്പോൾ ഞങ്ങൾ ഒരേ റെജിമെൻറ്റിൽ നിന്നാണല്ലോ. അപ്പോൾ മാൻ ഈ ഫയർ പ്ലാൻ ഉണ്ടാക്കിയപ്പോൾ അതെനിക്ക് കാണിച്ചു തന്നു. എന്നിട്ട് ഞാനത് എഡിറ്റ് ചെയ്തിട്ട് സെക്ഷനൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ മീതെ ഫയർ ചെയ്യുന്നത്. പിറ്റേ ദിവസം അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു ഫെയിൻ്റ് അറ്റാക്ക് ആയിരുന്നു. പിറ്റേ ദിവസമാണ് ഈ 0.4875 എന്ന് പറയുന്നത് അതിൻ്റെ മീതുള്ള അറ്റാക്ക്. അപ്പോൾ ആ അറ്റാക്കിന് 79 മൗണ്ടൻ ബ്രിഗേഡിൻ്റെ അറ്റാക്കിൻ്റെ ഡയറക്റ്റ് ഫീൽഡ് റെജിമെൻറ്റ്, ഡയറക്റ്റ് സപ്പോർട്ട് ഫീൽഡ് റെജിമെൻറ്റ് 315 ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഫയർ പ്ലാൻ ഉണ്ടാക്കേണ്ട റെസ്പോൺസിബിലിറ്റി എൻ്റെയാണ്.